മിമിക്രി അവതരിപ്പിച്ച് സിനിമയിലേക്ക് എത്തിയ നടനാണ് കലാഭവൻ അബി. മലയാളികൾക്ക് പ്രിയപ്പെട്ട കലാകാരൻ കൂടിയാണ് അബി. ഇപ്പോഴിതാ AVM ഉണ്ണി 1992 അബിയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത്. AVM ഉണ്ണി ആർക്കൈവ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു അഭിമുഖം പുറത്തുവിട്ടിരിക്കുന്നത്. അബി മിമിക്രിയിലേക്ക് എത്തിയത് അവിചാരിതമായിട്ടാണ്. കലയോട് അമിത സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിനോട് അഡിക്റ്റ് ആയിപ്പോയി. ഒരിക്കലും ഒരു കലാകാരനായി ജീവിക്കണമെന്ന് ഓർത്തിട്ടുമില്ല. ഒരു പട്ടാളക്കാരനാകണമെന്നതായിരുന്നു ആഗ്രഹം. കലയെയും അതുപോലെ തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് താൻ കാണുന്നതെന്നും അബി ആ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട്. നീ സിനിമയിൽ എത്തുമെന്ന് പറഞ്ഞ് ഞാൻ ആളുകൾ പറഞ്ഞ് സിനിമയിലേക്ക് എത്തിപ്പോയതാണ് എന്നും അബി പറയുകയാണ്. പഠിച്ച വലിയ ഒരാളാവുക എന്നൊന്നും അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ ഉഴപ്പനായിരുന്നു താൻ. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കലയായി മിമിക്രിയെ കാണുന്നുമില്ല. ചിരിക്കുവാനുള്ള ചെപ്പടി വിദ്യ മാത്രമാണ് മിമിക്രി. അതൊരു വിഭാഗത്തിന് ഇഷ്ടപ്പെടും, മറ്റൊരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുകയുമില്ല. ആർക്കും ദൂഷ്യം ചെയ്യുന്നുമില്ല. പക്ഷെ ഗുണപ്രദമായൊന്നുമില്ല എന്നും അബി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ തെറ്റുകളൊക്കെ എടുത്ത് കോമഡിയായി അവതരിപ്പിച്ചാൽ ബുദ്ധിജീവികളുടെ കൈയടി കിട്ടും. അതിൽ കാര്യവുമില്ല. സാധാരണക്കാരായ ആളുകൾ കൈയടിക്കില്ല. ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് പെർഫോം ചെയ്യാറുള്ളത്. ഗൾഫ് മലയാളികൾ വലിയ പ്രോത്സാഹനം തന്നെയാണ്. അത്രയും നാട്ടിലുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അവർ നമ്മുടെ കാസറ്റുകൾ ഒരുപാട് കാണുന്നുണ്ടെന്നും അബി പറയുന്നുണ്ട്. സിനിമയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയോ അതിന് തയ്യാറെടുക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്നും ചിന്തിച്ചിട്ടുമുണ്ടായിരുന്നില്ല. തനിയാവർത്തനം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെ എല്ലാവരും പറഞ്ഞ് ഭ്രാന്തനാക്കി എന്നത് പറഞ്ഞ പോലെയാണ് എൻ്റെയും അവസ്ഥ. നിനക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സിനിമയിലേക്ക് വന്നതാണ്. പിന്നെ ആദ്യത്തെ സിനിമയിലേക്ക് വന്നതും ഞാൻ ശ്രമിച്ചിട്ടല്ല. അത് വലിയ നടനായ മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്തതായിരുന്നുവെന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത് എന്നും അബി പറയുന്നുണ്ട്. അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് നമ്മളിലുള്ള ഒരു നടനെ കണ്ടതുകൊണ്ടായിരിക്കാം. ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും. ഇന്ന് കിട്ടി, നാളെ ചെന്നു, മറ്റന്നാൾ മേക്കപ്പ് ഇട്ട് ചെയ്തു. അങ്ങനെയാണ് ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത്. രണ്ടാമത് ചെയ്തതും വിളിച്ചു തന്ന അവസരം തന്നെയാണെന്നും അബി പറയുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഡയലോഗ് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, ഒരു കോമഡി എങ്ങനെ പറയാം എന്നതിനെ കുറിച്ചൊക്കെ തെറ്റില്ലാത്ത ഒരു ധാരണ തനിക്കുണ്ടായിരുന്നുവെന്നും അബി പറയുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാമുകളിൽ കൂടിയാണ് ആ ധൈര്യം കിട്ടിയതെന്നും അബി പഴയ അഭിമുഖത്തിൽ പറയുകയാണ്. ജനങ്ങളുടെ മുന്നിൽ അഭിനയിച്ചുണ്ടായ എക്സ്പീരിയൻസ് ആണത്. ഏത് ഫീൽഡിൽ ചെന്നാലും ആരുടെ മുന്നിൽ ചെന്നാലും എന്തും അവതരിപ്പിക്കുവാനുള്ള ചങ്കൂറ്റം തനിക്കുണ്ട്. ഇതൊക്കെ സ്റ്റേജ് കൊണ്ടുണ്ടായ നേട്ടമാണെന്നും അബി ഓർത്തെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ നടൻ മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്നതിൽ അബിക്കുണ്ടായിരുന്ന കഴിവ് ഏറെ ജനശ്രദ്ധ നേടിയെടുത്തതാണ്. ഒരു കാലത്ത് മിമിക്രി പരിപാടികളിൽ സജീവമായിരുന്ന അബി നടന്മാരും ഒരു കാലത്തെ മിമിക്രി താരങ്ങളുമായ ദിലീപ്, നാദിർഷ തുടങ്ങിയവർക്കൊപ്പം ദേമാവേലി കൊമ്പത്ത്, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം തുടങ്ങിയ കാസറ്റുകളിലും സജീവമായിരുന്നു. അബിയുടെ ആമിന താത്ത എന്ന പ്രായം ചെന്ന മുസ്ലിം സ്ത്രീയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. നയം വ്യക്തമാക്കുന്നു എന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് ആദ്യമായി അബി അഭിനയിക്കുന്നത്. തുടർന്ന് കാസർഗോഡ് കാദർഭായി, വാത്സല്യം, സൈന്യം, വാർദ്ധക്യപുരാണം, മിമിക്സ് ആക്ഷൻ 500, മഴവിൽ കൂടാരം, അനിയത്തിപ്രാവ്, രസികൻ, കൂതറ, താൻ തോന്നി, ഹാപ്പി വെഡിങ്, തൃശ്ശിവപ്പേരൂർ ക്ലിപ്തം തുടങ്ങി ഒരുപിടി സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു കാലത്ത് അമിതാഭ് ബച്ചന്റെ ഹിന്ദി പരസ്യ ചിത്രങ്ങൾ മൊഴിമാറ്റം ചെയ്യുമ്പോൾ അമിതാഭ് ബച്ചന് മലയാളത്തിൽ ശബ്ദം നൽകിയിരുന്നതും അബിയായിരുന്നു. എന്നാൽ താൻ ആഗ്രഹിച്ചതുപോലെയോ അല്ലെങ്കിൽ തനിക്ക് അർഹതപ്പെട്ട പോലെയോ ഒന്നും മലയാള സിനിമയിൽ വിജയിക്കുവാൻ അബി എന്ന നടന് കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തന്റെ മകൻ ഷെയ്ൻ നിഗം മാറുന്ന കാഴ്ച കാണാനും അബിയില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.